കേട്ടോ കാറ്ററിംഗ് ആയാലോടാ നമ്മളിപ്പോ ടിവിന്ന് 3 EMS കയറാൻ പോകുന്നത്. കാറ്ററിംഗ് ആയാലോടാ നമ്മള് ഗ്യാങ് വണ്ടിയായിട്ട് വേണ്ട ഗ്യാങ് വണ്ടി പോകുന്നില്ലല്ലോ. ഗ്യാങ് വണ്ടി ഇവിടെ ഇട്ടാ പോരെ? വാ, ഗ്യാങ്ങിലുള്ളവർക്ക് EMS കളിക്കാ സീനൊന്നും ഇല്ലടാ. സീനില്ല. നമ്മളിനി തൊട്ട് MBBS മറ്റേ കത്തെടുക്കുമ്പോ ഹംസകുട്ടിയിലേക്ക് അവനെ കത്തിച്ചുവിടാ. സാറ് സാറേ കക്കൂസ ഇറങ്ങ് സാറേ. മണ്ടല അതോ ബാക്കില്. ഹലോ മാഡം, മാഡത്തെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് EMS ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കേറാനായിട്ടാണ് ഇന്റർവ്യൂ എടുക്കാൻ മാഡം. അല്ല മാഡം, മാഡത്തെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ PD അല്ല EMS കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പേരെന്താണ്? പേര് ഗണേഷ്. അത് മുകേഷ്. ഗണേഷ്. അത് സുമേഷ്. സുമേഷ്, ഗണേഷ്, മുകേഷ് എന്ന് പറഞ്ഞിട്ട് 3 പേര് കാൻഡിഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? റോസേ, ഹലോ കേക്കാവോ? ഇൻസീഡൻസിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരാള് ഓയിൽ ഇருக்கு. ഓക്കെ, താങ്ക് യു. സുമേഷ് എന്താ പറയണ്ടേ? ഗണേഷ് അല്ല, നമ്മള് പുറത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് പറഞ്ഞോ സാറേ, പുറത്ത് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു സാറേ. ഗണേഷ്, സുമേഷ്, മുകേഷ്. രമേശ് വന്നല്ലേ? അയ്യോ സാർ, രമേശ് വന്നില്ല. 4 പേരുണ്ടായിരുന്നല്ലോ. ഒരാളോട് ഉണ്ടായിരുന്നു. രമേശ് വന്നില്ല, ഇന്ന് ആബ്സെന്റ് ആണ്. ഓ സാറേ, ഒന്ന് വെയിറ്റ് ചെയ്യോ? ഒരു ഇന്റർവ്യൂ അവിടെ നടക്കുകയാണ് സാറേ. അത് പറ്റൂല സാർ. സാറങ്ങട് ലൈക്ക് ഇങ്ങനെ ഒറ്റയ്ക്കാണോ വിളിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് വേണം. ഒരുമിച്ചാണ് നമ്മള് ഒരുമിച്ച് പോകാറില്ല സാറേ. എന്ത് ഇന്റർവ്യൂ ആണല്ലോ എന്നുവെച്ചാ ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, മനസ്സിലായോ? വിവിധ തരം ക്വസ്റ്റ്യങ്ങൾ. ഇപ്പം സുമേഷിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഗണേഷിനോട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണം. വേണേ മുകേഷിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാം. ഓ സാർ, ചിലപ്പോ മുകേഷിനോട് രമേശ് ഉത്തരം പറഞ്ഞൊന്നും വരാം. ഓ ഞങ്ങളെല്ലാം ഫാമിലിയിലെ സാർ. ഗണേഷ് ഇതൊന്നും തുറക്കുന്നില്ല. സാറിനാണ് എടുക്കുന്നത് സാർ. ഇവിടാണ് ഇവിടെ കിടക്കണോ നമ്മള്? എക്സ്റേ ആണത് സാർ. ഇത് എനിക്ക് 3 പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ല സാറേ. ഞാൻ ഇരിക്കാം. ഓൾഡ് സോങ് നെയിം ഡാർലിംഗ് നീ എനിക്കൊരു ലവ് സ്റ്റാർ. അതാണ് പാട്ട്. നിർണയ ബ്രോ, താങ്ക്സ് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. ഗണേശേ. ഓക്കെ. ഇവിടെ ആകുമ്പോ എല്ലാവർക്കും ഒന്ന് ചോദിക്കാം. ഇതൊന്ന് തീർത്തിട്ട് ഇരുന്നോളൂ. അല്ല, നിങ്ങൾ കണ്ടിരുന്നു. ഞാൻ നടുക്ക് നിൽക്കും. നിങ്ങൾ കസേര ഇരിക്കും. പ്രവീൺ കൊച്ചുകണ്ണ ഓൺഷിപ്പ്. ഇതെങ്ങനെ ഇരിക്കണത്? ഇങ്ങനെ ഇരിക്കാല്ലോ. അപ്പൊ സാറേ തുടങ്ങിയോളൂ, ഇന്റർവ്യൂ തുടങ്ങി. എനിക്ക് സാറേ ഒറ്റ മിനിറ്റ്. ഹലോ, ആ സാറിന് ഇതുവരെ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളാരും സുമേഷ്, രമേശ്, ഗണേശ്. അപ്പം ആർക്കെങ്കിലും ഇതിൽ ഒരു ഉത്തരം അറിയാമെങ്കിൽ അവനും കയറി പറഞ്ഞോണം കേട്ടോ. സാർ പറഞ്ഞോളൂ. ഞാൻ ഒരു റേഡിയോയില് വേറെ കോൾ എടുക്കുമ്പോ സാർ. ഓക്കെ എന്താണ് സാർ? ആർക്ക് ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ? അല്ല, അതൊന്നുമില്ല സാർ. ഇത് വേറെ കോൾ. അത് ഇവിടെ പറഞ്ഞല്ലേ സാർ. ഇവരുടെ റേഡിയോ ഇല്ല. ഇത് എന്റെ വേറെ റേഡിയോ ആണ്. കുറച്ച് ഗ്രൈൻഡ് ചെയ്യുന്ന പിള്ളേരുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞാണ്. ഉത്തരേന്ത്യയിലോട്ട് കിട്ടോ ഇവിടുത്തെ കട്ടി കൂടുതൽ പൈസ എന്ന് പറഞ്ഞാണ് സാർ. ഓക്കെ ഫൈൻ. ഫസ്റ്റ് ചോദ്യം. MBBSന്റെ ഫുൾ ഫോം? രമേശ്, സുരേഷ്, ഗണേഷ്, സുരേഷ് സുരേഷ് പറയൂ. സുരേഷ്
സുമേഷിനോടാണ് ചോദിച്ചത്. ഹലോ സുമേഷ് MBBS ഫുൾ ഫോം എന്താണ്? ആരുടെ ചോദിച്ചത്? MBBS ഫുൾ ഫോം എന്താണ്? എന്റെ അടുത്താണോ? ഗണേഷ് സുമേഷിന്റെ അടുത്താണോ അതോ ഗണേഷിന്റെ അടുത്തോ? സുമേഷിന്റെ അടുത്ത്. സുമേഷിന്റെ അടുത്ത്. സുമേഷ് ഞാനല്ലേ സുമേഷ്. സാറേ ബാച്ചുലർ ഓഫ് മെഡിസിൻ ബാച്ചുലർ ഓഫ് സർജറി MBBS. കറക്റ്റ് ആൻസർ. Thank you. മെഡിക്കൽ മിറാക്കിൾ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഇവന്റെ അച്ഛനും എന്നെ കണ്ടപ്പോ ഇതുപോലെയാണ് പറയുന്നത്, മെഡിക്കൽ മിറാക്കിൾ ആയിട്ടാണ്. കമോൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ. സാർ അടിച്ചു പോയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട്? ഗണേശിന്റെ അടുത്താണോ? അതെ ഗണേഷ്. സുമേഷിന്റെ അടുത്താണ്. സുമേഷിന്റെ അടുത്ത് ഗണേഷ് ഇത് ഓരോ മനുഷ്യർക്ക് വ്യത്യാസം ഉണ്ടാവും. ഡക്കുനെ പോലത്തെ ഉള്ളവർക്ക് വ്യത്യാസം ഉണ്ടല്ലോ. ഡെക്കുനെ പോലുള്ള ഒരു എല്ല് കുറവാണ്. അടിച്ചൊടിച്ചെന്റെ. ഇപ്പം സാർ അംസക്കുട്ടിയെ പോലൊരുത്തനോടാണെങ്കിൽ 110. കാരണം പട്ടിയാണ് അവൻ. പട്ടിക്ക് എല്ല് കുറവാണ് സാർ. നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു മനുഷ്യ ശരീരത്തിന്റെ ആണ് ഒരു. സുമേഷ് പറയൂ. 206. ഗുഡ് ജോബ് സാർ 206 അല്ലേ സാർ മനുഷ്യന്? 206. ഗണേഷ്, സുമേഷ്, മുകേഷ്. യെസ് പറയൂ. MDയുടെ ഫുൾ ഫോം പറയൂ. MD. ആര്? ആദ്യം കേട്ട വേറെ സാറേ. എം വന്നില്ല സാറേ ആദ്യം. സാറേ MDM സാർ എങ്ങനെ പറഞ്ഞത്? സാർ എന്താണ് MD? MDയാ? സാർ MDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗണേഷ് പറയും. ഗണേഷ് അതോ ആരാണ് സാർ പറഞ്ഞത്? സുമേഷോ? ഗണേഷ്. ഹലോ എന്റെ അടുത്താണോ? ഡോക്ടർ ഓഫ് മെഡിസിൻ. പ്രതീക്ഷ പ്രഭാകരൻ 2 വർഷത്തിന് ശേഷം ചാച്ചി വന്നൊരു പയ്യനാണ്. എല്ലാം ചായ കൊടുത്തേ. പരിസരത്ത് കണ്ടിട്ടില്ല നിങ്ങളെ. ഗുഡ് ജോബ്. സാർ നമ്മൾ ബ്രില്യന്റ് ആണോ സാർ? നമ്മൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. ഹാർട്ട് എവിടെയാണ് ഇരിക്കുന്നത്? ഏത് സൈഡിൽ? സാറേ ഡെക്കുനാണെങ്കിൽ ഹൃദയമില്ല. പിന്നെ സാറേ ചിലർക്ക് സാറേ ആർട്ട് ചിലർക്ക് ലെഫ്റ്റ് വരാം, ചിലർക്ക് റൈറ്റ് വരാം സാറേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ സാറേ അങ്ങനെ? ചന്തിയിലും വരാം സാർ ചിലർക്ക് റൈറ്റ് വരുന്നവരുണ്ട്. അല്ല മെഡിക്കൽ മിറാക്കിൾ അതേപോലെ സാറേ ലെഫ്റ്റേ വരത്തുള്ളൂ. സെന്റർ ആണോ? സെന്റർ ലെഫ്റ്റ് സൈഡാണ്. സുമേഷ് സെന്റർ ലെഫ്റ്റ് ഇരിക്കണം. എന്നോടല്ലേ പറയാൻ പറഞ്ഞത്? സാർ എനിക്ക് ഞാൻ ഹൃദയം ഇല്ലാത്തൊരുത്തന. ഞാൻ വെറുതെ ഓപ്ഷൻ പറയൂ സാർ. റൈറ്റ്, ലെഫ്റ്റ്, മിഡിൽ. സാർ ഫോണെ ഫ്രണ്ട് ഉണ്ടോ സാർ? ഫോണെ ഫ്രണ്ട് ഉണ്ടോ സാർ? ഫോണെ ഫ്രണ്ട് പ്ലീസ് സാർ പ്ലീസ്. സുനിമോൻ ഹലോ. സുനിമോൻ നമ്മള് ഗുരുജിയുടെ ഫ്രണ്ടിൽ നിന്നാണ് വിളിക്കുന്നത് സാർ. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലാണോ? ഹാർട്ട് ഏത് സൈഡിലാന്ന്? ഓപ്ഷൻ എ ലെഫ്റ്റ് സൈഡ്, ഓപ്ഷൻ ബി ഇല്ല, ഓപ്ഷൻ സി റൈറ്റ്, ഓപ്ഷൻ ഡി സെന്റർ. ഏതാണ്? ഉറപ്പിക്കാവോ ഗുരുജി? ലോക്ക് ചെയ്യട്ടെ അങ്ങ്. ഗുരുജി ലെഫ്റ്റ് സൈഡ്. ഓപ്ഷൻ എ ലെഫ്റ്റ് സൈഡ്. ഓ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു ഗുരുജി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ സാർ. പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് പറട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ. 4 മാത്രമേ ഉള്ളൂ. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? സാർ കാർഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രഗ്നന്റ് ആയവരെ, അവരെ ശുശ്രൂഷിക്കുന്ന മേഖലയാണ് കാർഡിയോളജി. കൈയടിക്കടാ രമേശേ. സുമേഷ് കൈയടിക്കടാ. കൈയടി. കോളേജിലാ പഠിച്ചത് സാർ. നമ്മള് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എന്നിട്ട് നേരെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എങ്ങനെ ജോലിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. താങ്ക് യു സാർ. താങ്ക് യു. ഹാർട്ട് ആണല്ലേ? ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്?
ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ജ്യോതിഷം അതൊക്കെ നമുക്കറിയാം. ഗ്യാസ്ട്രോളജി കാസ്ട്രോയിസ് അല്ല. നമുക്ക് വേറെയാണ്. സാറേ അത് വരുന്നവരിക്ക് ഇന്നലെ രമേശ് രണ്ടെണ്ണം അടിച്ചായിരുന്നു. പുള്ളിക്ക് ഇന്ന് തെറ്റിയതാ. ആ പറഞ്ഞോട് ഹേറ്റ് റിലേറ്റഡ് വന്ന് സാറേ ഹേർട്ട് റിലേറ്റഡാ സാറേ നമ്മളൊന്ന് പ്രാങ്ക് ചെയ്താണ്. ഹേർട്ട് റിലേറ്റഡ് പ്രാങ്ക് ചെയ്തല്ലേ സാറേ? പ്രാങ്ക് ചെയ്തല്ലേ സാറിന് അറിയാൻ നോക്കിയതാ. ഹൃദയ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മള് ഇതുണ്ടല്ലോ സാറേ നമുക്ക് സാർ കേട്ടു. ആ കേട്ടോ സാറിനെ പറ്റിക്കല്ലേ രമേശ്? ഗ്യാസ്ട്രോളജി കാസ്ട്രോയിസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് 1 ക്ലച്ച് ഒക്കെ എടുത്ത് നമ്മൾ അതല്ല സ്റ്റൊമക്ക് ഗ്യാസ് ട്രബിൾ അതെ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടല്ലോ. സുമേഷിനിടയ്ക്ക് 2 ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ട്. രമേശിനുണ്ട്. രമേശിന് ഇടക്കിടക്കല്ലേ എപ്പോഴും. സാറിന് ഒന്നും കൂടെ ഇന്റർവ്യൂ എടുത്തോ. ആ സാറിന് മറ്റേ സാറിനെ പുറത്തു വെച്ചു. നെക്സ്റ്റ് സാറേ കുറച്ച് റേഡിയോ കമന്റ്സ് ചോദിക്കാം. അതെന്താ സാറേ 10-4? അത് പറഞ്ഞാൽ വിളി കേൾക്കണം. അതാണ് നമ്മള് വിളി കേൾക്കണം അല്ലേ? ഞാൻ ഇപ്പൊ റെഡി 10-4 വിളിയേക്ക്. ഓക്കെ അത് തന്നെ സാർ. കോപ്പി ദാറ്റ്. ഓ സാറേ നെഗറ്റീവിന് എന്താ പറയാ? നെഗറ്റീവിന് മൈനസ് അതൊക്കെ നമുക്കറിയാം സാറേ. നമ്മളതൊക്കെ പഠിച്ചാണ്. ഓ റേഡിയോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം 81 റേഡിയോയിലാണ് കണക്ട് ചെയ്തേക്കുന്നെങ്കിൽ 80 ആക്കണം. അങ്ങനല്ലേ സാർ? നമ്മളൊക്കെ പഠിച്ചല്ലേ അല്ല? പിന്നെന്താ 1033 എന്താണ് സാറേ? 1033 എന്ന് പറഞ്ഞ സാറേ അംബുൽസർ അവിടെ ആള് തീരാറായി. അങ്ങനെയാണോ സാർ? 1033 ഓവറാണ്. എക്കോ കാർഡിയോഗ്രാഫി എന്താണ് സാർ? അത് ഡെക്കുകുണ്ടിനെ കുറിച്ച് പറയണ അവനൊരു മൂഞ്ചനാണ് ചുറ്റിയില്ല സാർ. അത് പറയാതിരിക്കാൻ വയ്യത്. നമ്മള് ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് സ്ക്രാച്ച് ആമിനില് ഗ്യാങ് കയറിയ ഒരു പയ്യനാണ്. പിന്നെ എന്തോ ഇതുപോലെ ലോട്ടറി ഒക്കെ അടിച്ച് അങ്ങനെയല്ല നമുക്ക് പെട്ടെന്ന് ഞാൻ KGF-ലെ ആനന്ദായിപ്പോ ഇടയ്ക്ക് കാര്യത്തിൽ നിന്ന് വിട്ടുപോയി കഥ പറഞ്ഞപ്പോ. സാർ പറഞ്ഞത് സാറേ എന്ന് വെച്ചാ മറ്റേ നമ്മള് ചത്തോ ഇല്ലെന്ന് കാണിക്കാൻ ഒരു വര പോത്തില്ലേ സാറേ? ഇങ്ങനെ വര പോത്തില്ലേ? അതിങ്ങനെ പൊങ്ങി താന്നും പോവാണെങ്കിൽ നമ്മൾ ജീവനോടുള്ളതാണ് അർത്ഥം. ആ വര ഇങ്ങനെ നേരെ പോന്നെങ്കിൽ നമ്മൾ ചത്തുപോയി. നമ്മൾ ചത്തുപോയി പടിയായി. താഴോട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ ഉണ്ടെന്നാണ് അർത്ഥം. താഴോട്ട് പോയിട്ട് മേളിലോട്ട് പോകും. ആ ചരത്തേട്ടാ ഞാൻ ഇവിടെ ആർപിയില്ലേ? ഹലോ ചരത്തേട്ടാ ആർപിയിലൊന്ന് വന്ന് നോക്ക്. വിജയാണ് ആർപി ഉണ്ട് നോക്ക്. രമേശേ എന്താണ് പറഞ്ഞത്? മേക്കർ എന്നാണോ ഉദ്ദേശിച്ചത്? ഫേസ് മേക്കർ അല്ലേ സാറേ? അത് വടിയായി പോകുന്ന ആളെ തിരിച്ച് ജീവിപ്പിക്കുന്ന സാധനമാണ് ഫേസ് ബേക്കർ. ഒരച്ച് നെഞ്ചത്ത് വെക്കുന്ന സാധനല്ലേ? അതല്ലേ? അതെ ഹാർട്ടിന്റെ കുറച്ച് വീക്ക് ആയിട്ടുള്ളവർക്ക് അതന്നെ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സാർ ഇനി നമ്മളെ കൊണ്ട് വലിയ ടെസ്റ്റ് ചെയ്യിപ്പിക്കണം, ഇങ്ങനെ ചത്തവരെ ജീവിപ്പിക്കുക. അല്ല സാറ് ഇന്റർവ്യൂ കഴിഞ്ഞോ സാറല്ലോ? സാറേ രമേശ് ഇവന്മാരോ? ഇവന്മാരെ കുറിച്ച് പറയാൻ നല്ല പേപ്പറാണ്. ആൻജിയോഗ്രാഫി എന്താ എവിടെയാ ചാച്ചി വന്ന എന്നെ മൈൻഡ് ചെയ്യാത്തോണ്ട് എന്നെ മൈൻഡ് ചെയ്യാത്ത കേണ്ട.
MRI. MRI മോർച്ചറി നമ്മളെ ചത്ത് കഴിഞ്ഞാൽ നേരെ MRI സാറേ MRI സ്കാനാണ് സാറേ MRI. അതെ ഓ MRI സ്കാൻ എന്ന് പറയുമ്പോ മാഗ്നറ്റിക് റീസോണൻസ് ഇമാജിങ് അതല്ലേ സാർ? രമേശ് അത് തന്നെ ഞാൻ പറയാൻ ഇതില് രമേശ് ആണെന്ന് തോന്നുന്നു. ഗോളിന്റെ ടൈം എന്റെ ആയല്ലോ. അടുത്ത ഗോൾ ഇടുമല്ലോ. ഗോൾ ടൈം എന്റെ അടുത്ത ഗോളിടാ. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടാത്ത എന്താ? നമുക്ക് ജോലി വരുന്നത്. നമ്മൾ ജോലിക്ക് വേണ്ടി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ? ഓ ഇപ്പൊ അന്വേഷിച്ചു. ഇപ്പൊ നമുക്ക് മനസ്സിലായി വെൽ ടാലന്റഡ്. നമ്മളിപ്പോ ഒരു ഇതിലാണ് സാറേ, പട്ടീനെ കൊടുക്കാൻ ഡെക്കുവിന് വെക്കാൻ വേണ്ടി എടുക്കും നമ്മള്. സാർ നമ്മള് പിന്നെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറേ. എന്ന് വെച്ചാൽ പട്ടിയായിരിക്കുന്ന ഡെക്കു കുണ്ണും പിന്നെ അംസപ്പട്ടിയും, ഇങ്ങനെ രണ്ടുപേരുണ്ട് സിറ്റിയിൽ. ഇവരെ രണ്ടുപേരെ എങ്ങനെ മനുഷ്യനിലോട്ട് കൺവേർട്ട് ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡോക്ടർ ആവാനായിട്ട് നമ്മുടെ ലൈഫ് ടൈം ഇത് തന്നെയാണ് എയിം. സാറേ ഇത് നമ്മള് കണ്ടുപിടിച്ചതിന് സിറ്റി മൊത്തം നമ്മുടെ കണ്ടോള. എന്താ ബൽരാജ് ചേട്ടാ? പിന്നെ പട്ടിയില്ല സാറേ, മനുഷ്യര് മാത്രം. കോളേജിന്റെ പേര് കുന്നേലിന് എല്ലില്ല. അങ്ങനെയായിരുന്നു കോളേജ് ടൈമില്. കാരണം ഇവിടുത്തെ പിള്ളേരെല്ലാം കൂടെ എല്ലാം ചവിട്ടി അടിച്ചായിരുന്നേ ഇറങ്ങുന്ന ടൈമില്. പിന്നെ ആ കോളേജിന്റെ പേര് ഇപ്പൊ വേറെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഒഫീഷ്യൽ. നത്തിങ് ഒഫീഷ്യൽ സാർ, നത്തിങ് ഒഫീഷ്യൽ. യു ക്യാരി ഓൺ. അടുത്ത പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും പറയും. ഇല്ല സാർ, നമുക്ക് ഇനി വേണ്ടത് നമ്മള് സാറ് ടെസ്റ്റ് ചെയ്യണം. സാർ നമ്മൾ ടെസ്റ്റ് ചെയ്യണം സാർ. നമുക്കറിയാന്നുള്ളത് സാർ, നമുക്ക് എല്ലാം അറിയാം സാർ. എന്ത് ചോദിച്ചാലും നമ്മൾ പറയും. സാരം ബ്രോ ഗോളൊക്കെ പിന്നെ സെറ്റൊക്കെ ഇപ്പൊ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞത് 500 രൂപ. പക്ഷെ എന്റെ അമ്മ 500 രൂപ ജീപ്പേ ഉമ്മ. സാരംഗ് ബ്രോ ഏതാണ് സാരംഗ് ബ്രോ? അത് ഹെൽപ്പ് ഇട്ടാ സാറേ ഹെൽപ്പ് ഇടണം. എനിത്തിങ് ഹെൽപ്പ് അല്ല, എന്തേലും ഹെൽപ്പ് വേണം സാറേ. ഹെൽപ്പ് ഇടാൻ നിങ്ങള് നാളെ വന്ന് ജോയിൻ ചെയ്യുക. സാർ അത് പറ്റുള്ളൂ സാർ. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഈ നിമിഷം നമുക്ക് ജോലിക്ക് പോകണം സാർ. എനിക്ക് പോകണം. ഈ നിമിഷം എനിക്ക് പോകണം സാർ. ഇനി അല്ല സാറേ, നമുക്ക് നമ്മളെ 3:30 ഇന്ന് സാറ് ട്രെയിൻ ചെയ്യും. നാളെ തൊട്ട് ഞങ്ങൾ ജോലിക്ക് ഇറങ്ങി. ഇന്ന് ഒരു വട്ടം ഒരാളെ പൊക്കണം സാർ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണത് സാറേ. അത് സാർ പറയൂ. സാറിന്റെ കൂടെ ഇതാക്കണം, നമ്മൾ നോക്കിയോളാം കേസ്. നമ്മുടെ ജീവിതം വഴിപൊട്ടും. ആണോ? നാളെ വരാം സാർ, നാളെ വരാം. നമ്മൾ ഒരു മുതൽക്കൂട്ടല്ലേ ഈ ഒരു എക്സാം തൊട്ട് നമ്മള് ഡോക്ടർ അല്ല സാർ. സാർ ഞാൻ പേര് മാറ്റിക്കോട്ടെ സാർ, ഡോക്ടർന്ന്. ഞാൻ ഡോക്ടർ സുമേഷ്. ഇനി ആരെങ്കിലും ഉണ്ട്? രതീഷ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ട്? രതീഷ് വന്നില്ല സാറേ. അവരെല്ലാം കൂടെ വിളിച്ചോണ്ട് വരണം കേട്ടോ. പുള്ളിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങളൊരു ടീമായിട്ട് വരാം. ഹോസ്പിറ്റലിൽ അങ്ങ് പണി തരാം. ഓക്കെ സാർ. നാളെ റേഡിയോയിലെ പേരൊക്കെ മാറ്റിക്കാം. അത്രേ ഉള്ളു. ഇന്ന് ഉത്തരം പറഞ്ഞ ഇന്ന് ചേരണം സാറേ. ഇന്നല്ലേ സാർ ഉത്തരം പറഞ്ഞത്? ശരിയാണല്ലോ, ഇന്ന് ചേരണ്ടേ സാറേ? സാറേ ഗണേഷ് എന്റെ അകത്തായി പോയേ. അല്ല സുമേഷ് സാറേ. പോയിട്ട് വരട്ടെ. ഹലോ ഡോക്ടർ കണ്ണാപ്പി. ഹലോ ഡോക്ടർ സ്നൈപ്പ്. വില്ലുമന ക്യാരക്ടറിലായി ചേട്ടാ. വില്ലുമന ക്യാരക്ടറായി ഡോക്ടർ ഗണേഷ്. വില്ലുമന ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഇനി ഗണേഷ് എന്നൊക്കെ പേര് മാറ്റി വരും കേട്ടാ. വയറൊക്കെ കാണിച്ച് ഗണേഷ്. ഗണേശാ എടാ, ഞാൻ നാളെ മറ്റേ കഴുത്തിൽ സാധനം ഇടാൻ പോണേ. ഞാൻ ഇപ്പഴേ ഇടുമല്ലോ കഴുത്തിൽ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് അതിന്റെ മണ്ടയ്ക്കൂടെ.